ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കിയാലോ. ഒരേ ഒരു ക്യാരറ്റ് കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി മോരുകറി റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു കഷ്ണം സവാള കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ക്യാരറ്റ് ചെറിയ കനത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറി കിട്ടുന്നത് വരെ ഇളക്കിയെടുത്താൽ മതി. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും എല്ലാം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കൂടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിള വരാനാവുമ്പോൾ മിക്സിയുടെ ജാറിലൊഴിച്ച് കട്ടയുടച്ചെടുത്ത തൈരും ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 3-4 ചുവന്ന മുളക്, ഒരു 5 ചെറിയ ഉള്ളി കുറച്ച് കനത്തിൽ അരിഞ്ഞത് ഇവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് മോരുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ക്യാരറ്റ് മോരുകറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് എരിവും തൈരിൻ്റെ പുളിയും ക്യാരറ്റിൻ്റെ ചെറിയ മധുരവും എല്ലാം കലർന്നൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്